ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 2023-24 അധ്യയന വർഷത്തെ ഹിന്ദി വാർഷിക മൂല്യനിർണ്ണയം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഇന്നലെ നടന്ന നിങ്ങളുടെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. ഗതിവിധി 1 സൂചന ഗൺപടയും ഓർ പ്രശ്നവും കെ ഉത്തർ ലിഖിയേം. എന്താണ് ആ പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. കിസി താലാബ് മേം ഏക് മേംടക് രഹ്താദ. എന്താണ് താലാബ് എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? കുളമാണല്ലേ. മേംടക് നമുക്കറിയാം എന്താണ്, തവളയല്ലേ. അപ്പോൾ ഒരു താലാബിൽ എന്താണ്, ഒരു മേംടക് താമസിച്ചിരുന്നു. ഉസ്കെ ദാന്ത് ഹമേഷ ഗന്ധേ ഓർ കാലേ രഹ്തേദേ. അതിൻ്റെ ദാന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, പല്ലല്ലേ. ഹമേഷ എല്ലായ്പ്പോഴും. ഗന്ധേ ഓർ കാലേ രഹ്തേദേ. എങ്ങനെയുള്ള പല്ലായിരുന്നു? എപ്പോഴും ഗന്ധം, ദുർഗന്ധമുള്ളതും അതുപോലെ തന്നെ കറുത്തത്. കാല നമുക്കറിയാം കറുപ്പ് നിറമാണല്ലേ, കറുത്തതുമായിരുന്നു. വഹ് മക്കിയാം ബഹുത്ത് ഗാത്താത. മക്കിയാം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിവിടെ താഴെ വേർഡ് മീനിങ് നൽകിയിട്ടുണ്ട്. എന്താണ് കൂട്ടുകാരെ? അതെ, ഈച്ചകളാണല്ലേ. അപ്പം അതിന് എന്ത് ഇഷ്ടമായിരുന്നു എന്നാണ് പറയുന്നത്? വഹ് മക്കിയാം ബഹുത്ത് ഗാത്താത. അത് ഈച്ചകളെ ഒരുപാട് കഴിച്ചിരുന്നു. ഷായദ് ഇസ്ലിയെ വഹ് ചോക്ലേറ്റ് ബി ഗാത്താത. അതിൻ്റെ കൂടെ തന്നെ അവൾ എന്ത് ചെയ്യുമായിരുന്നു? മേംടക് ചോക്ലേറ്റ് ബി ഗാത്താത, ചോക്ലേറ്റും കഴിക്കുമായിരുന്നു. ഉസേ ദോ ചാർ ചോക്ലേറ്റ് കെ ബീച്ച് ദോ ചാർ മക്കിയാ ഗാക്കർ ഗാന പസന്ത് താ. നോക്കൂ, ഉസേ ദോ ചാർ ചോക്ലേറ്റ് കി ബീച്ച് ദോ. അവൾ എന്ത് ചെയ്യും? രണ്ടോ നാലോ ചോക്ലേറ്റിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും? ദോ ചാർ മക്കിയാൻ കാക്കർ ഗാന പസന്തത്. അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും? ഈച്ചകളെയും വെച്ചിട്ട് കഴിക്കുമായിരുന്നു. അതിന് കഴിക്കുന്നത് വളരെയധികം ഇഷ്ടമായിരുന്നു. വഹ് ഇസേ മക്കി സാൻഡ്വിച്ച് കഹത്താത്. അതുകൊണ്ട് തന്നെ അവൾ എന്ത് സാൻഡ്വിച്ചാണ് കഴിക്കുന്നത്? ഈച്ച സാൻഡ്വിച്ച് അല്ലേ, മക്കി സാൻഡ്വിച്ച് കഹത്താത്. അതുകൊണ്ട് തന്നെ അവൾ പറയായിരുന്നത് എന്താണെന്ന്? മക്കി സാൻഡ്വിച്ച് ആണെന്ന് അല്ലേ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? മേംടെക് കഹാം രഹ്താദ. മേംടെക് എവിടെയാണ് ജീവിച്ചിരുന്നത്, താമസിച്ചിരുന്നത്? നദീമേം നദിയിൽ, പത്തർമേം കല്ലിൽ, താലാബ് മേം കുളത്തിൽ, സാഗർ മേം കടലിൽ. എവിടെയാണ് കൂട്ടുകാരെ? യെസ്, നമുക്കറിയാം എവിടെയാണ്. അതെ, താലാബ് മേ ആണല്ലേ, കുളത്തിൽ. ആൻസർ എന്താണ്? താലാബ് മേം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മേംടെക്കോ ദാന്ത് കൈസേ രഹ്തേദേ. മേംടെക്കിൻ്റെ ദാന്ത് പല്ല് എങ്ങനെയുള്ളതായിരുന്നു? ഗന്ധേ ഓർ പീലെ, ദുർഗന്ധമുള്ളതും മഞ്ഞ നിറത്തിലുള്ളതും. ഗന്ധേ ഓർ സഫേദ്, ദുർഗന്ധമുള്ളതും. സഫേദ് ഏത് കളറാണ്? അത് വെളുത്ത നിറം അല്ലെ, വെള്ള നിറം. ദെൻ ഗന്ധേ ഓർ നീലെ, ദെൻ ഗന്ധേ ഓർ കാലെ. ഏതാണ് ആൻസർ? അതെ, ദുർഗന്ധമുള്ളതും കറുത്ത നിറത്തിലുള്ളതുമായിരുന്നല്ലോ മേംടെക്കിൻ്റെ ദാന്ത് എന്ന് പറയുന്നത്. അപ്പം ആൻസർ എന്താണ്? ഗന്ധേ ഓർ കാലെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മേംടെക് കോ ക്യാ പസന്ത് താ. മേംടെക്കിന് ഇഷ്ടമുള്ളത് എന്തായിരുന്നു? ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്താണ്? യെസ്, മക്കി സാൻഡ്വിച്ച് ആണല്ലേ. ഈച്ചകളുടെ സാൻഡ്വിച്ച് അല്ലേ, ഈച്ച സാൻഡ്വിച്ച് അല്ലേ. ആൻസർ എന്താണ്? മക്കി സാൻഡ്വിച്ച്. ഓക്കെ, ദെൻ മേംടെക് ചോക്ലേറ്റ് കെ ബീച്ച് ക്യാ ഗാക്കർ രഹ്താദ. മേംടെക് ചോക്ലേറ്റിൻ്റെ ഇടയിൽ എന്ത് വെച്ചിട്ടാണ് കഴിച്ചിരുന്നത്? എന്താണ്? യെസ്, മക്കിയാമാണല്ലേ. എന്താണ്? ഈച്ചകളെ അല്ലായിരുന്നോ? അപ്പോൾ ആൻസർ എന്താണ്? മക്കിയാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സഹി പ്രസ്താവ് ചുൻകർ ലിഖേം. മേംടെക് കരേല ഗാത്താദ. മേംടെക് എന്താണ്? പഴം കഴിക്കാറുണ്ടായിരുന്നു. മേംടെക് ചോക്ലേറ്റ് ഗാത്താദ. മേംടെക് ചോക്ലേറ്റ് കഴിക്കാറുണ്ടായിരുന്നു. മേംടെക് ഐസ്ക്രീം ഗാത്താദ. മേംടെക് സേബ് ഗാത്താദ. അപ്പോൾ ഇതിൽ ഏതാണ് സഹി പ്രസ്താവ്? ശരിയായ പ്രസ്താവന ഏതാണ്? മേംടെക് ചോക്ലേറ്റ് ഗാത്താദ. മേംടെക് ചോക്ലേറ്റ് കഴിക്കുമായിരുന്നല്ലേ. അപ്പം ആൻസർ എന്താണ്? ഓപ്ഷൻ ആണ് വരുന്നത്. മേംടെക് ചോക്ലേറ്റ് ഗാത്താദ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗതിവിധി 2 सूचना ज़मी को जादू आता है कविता के ये पक्तियां पढ़ें और प्रश्नों के उत्तर लिखें. എന്താണ് പറഞ്ഞിട്ടുള്ളത്? സെമി കെ ജാദു ആത്ത എന്ന കവിതയിലെ വരികളാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോ കണ്ട കൂട്ടുകാർക്കൊക്കെ എക്സാം എളുപ്പമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് കവിത വായിച്ചു നോക്കാം. യേ മേരെ ബാക്കി മിട്ടിക്കോ കുച്ച് ഹോത്താ ഹെ. യേ जादुई ज़मी है क्या? ज़मी को जादू आता है अगर अमरूद बीजू में तो यो अमरूद देती है और जामुन की गडली डालूं तो जामुन देती है. കരേല തോ കരേല, നീമ്പു തോ നീമ്പു. എന്താ പറയുന്നത്? യേ മേര ബാക്കി മിട്ടിക്ക് കുച്ചുത്തോ. എന്താണ്? ഈ മണ്ണിൻ്റെ
പൂന്തോട്ടത്തിന് നല്ല നന്നായി ചേരുന്ന മണ്ണാണെന്ന് പറയുകയാണല്ലേ. യോ ജോ ജാദു ഈ ജമീ ഹേക്ക്, അതിന് എന്തോ ഒരു മാന്ത്രികതയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അഗർ അമ്രൂദ് ബീച്ചുമേ തോയോ അമ്രൂദ് ദേത്തേ ഹെ, അമ്രൂദ് നട്ടാൽ നമുക്ക് എന്ത് കിട്ടുന്നു? അമ്രൂദ് ലഭിക്കുന്നു. അഗർ ജാമുൻക്ക് ഗഡലിടാലും ജാമുൻക്ക് ജാമുൻ ദേത്തി ഹെ, കരയിലാണ് നട്ടാൽ നമുക്ക് കരയിൽ ലഭിക്കുന്നു. കരയില എന്ന് പറഞ്ഞാൽ വാഴപ്പഴം അല്ലേ. ഓക്കെ, നീമ്പു നാരങ്ങയാണെങ്കിൽ നാരങ്ങ നമുക്ക് ലഭിക്കുന്നു. ഓക്കെ, നമുക്ക് എഴുതാം. കവിതാംശ് മേ ഭൂമി കെ ലിയെ കിസ് ശബ്ദ കാ പ്രयोग हुआ है, കവിതയിൽ ഭൂമി കെ ലിയെ, ഭൂമി എന്ന പദത്തിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? യസമീം ആണല്ലേ. എന്താണ് ആൻസർ വരുന്നത്? യസമീം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. निम्नलिखित आशय वाली पंक्ति चुनकर लिखें. अमरूद के बीज बीने से अमरूद मिलता है. अमरूद के बीज बोने से अमरूद मिलता है. ഏതാണ് ആ വരികൾ? അത് നോക്കൂ. അഗർ അമ്രൂദ് ബീജുമേ തോ യോ അമ്രൂദ് ദേത്തി ഹേ. എളുപ്പമല്ലേ? നമുക്ക് കവിതയിൽ തന്നിട്ടുണ്ട്, അതങ്ങ് എടുത്തെഴുതിയാൽ മതി. ഓക്കെ, ദെൻ കവിതാംശ ആശയിലേക്ക്, കവിതയുടെ ആശയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ കവിതയുടെ ആശയം എഴുതുമ്പോൾ എഴുതേണ്ടത്? കവിത और कविता का परिचय देते हुए कविता की विशेषताओं को सूचना के साथ प्रस्तुत पंक्तियों का आशय समय रूप से लिखा है. അതുപോലെ തന്നെ എന്താണ്? आंशिक रूप से कविता का आशय लिखा है. देन आशय लिखने का പ്രയാസ് കിയ. എന്തൊക്കെയാണ്? നമ്മൾ എന്ത് ചെയ്യണം? കവിയും അതുപോലെ തന്നെ കവിത എഴുതിയ ആളില്ലേ കവി, ആ കവിയെക്കുറിച്ച് പരാമർശിച്ചിരിക്കണം. അതുപോലെ തന്നെ കവിതയുടെ വിശേഷതകൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ വളരെ ചുരുക്കി കവിതയുടെ ആശയവും എഴുതിയിട്ടുണ്ടാകണം. ഇതൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് എന്താണ്? മുഴുവൻ മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇതിൻ ഗതിവിധി 3 നോക്കാം. മാർച്ചിലേക്ക് യഹ് അംശ് പഠേം ഓർ പ്രശ്നോं के उत्तर लिखें. മാർച്ച് എന്ന ലേഖനത്തിൻ്റെ ഒരു ഭാഗമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. മാർച്ച് കെ ദിനോ ഹാത്ത് മേ കിതാബേം ഓർ ആങ്കോ മേ നീന്തേ രഹാ കർത്തി തി. എന്താണ്? മാർച്ച് മാസത്തിലെ ദിനത്തിൽ എങ്ങനെയാണ്? കയ്യിൽ ബുക്കും കണ്ണിൽ ഉറക്കവും വരും അല്ലേ. ദോ പന്നെ പലടത്തെ ഹി നീന്ത് കാ ഹാത്ത് ആക്കർ ആങ്കോ पर പലക്കെ ഗീഞ്ച് ജാത്തെ. എന്താണ്? 2 പേജ് മറിക്കുമ്പം തന്നെ നമുക്ക് എന്താണ്? ഉറക്കം വരുന്നു. ഉസ് ദിനോം അക്സർ യോ സോച്ത്തെ കി കാശ് ആങ്കോ ബന്ദ് കിയെ പഠായി ഹോ പാത്തി തബ് കിത്ന മജ ആത്താ ഹേ. അപ്പോൾ എന്താണ് കൂട്ടുകാരെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കിസ്കെ സാത്ത് ആക്കർ ആങ്കോ പർ പലക്കെ ഗീൻ ജാത്തെ ഹേ. എന്തിനോടൊപ്പമാണ്? കണ്ണുകളുടെ നടയുന്നത് എന്തിനോടൊപ്പമാണ്? യെസ്, നീന്ത് കെ സാത്താണ് അല്ലേ. അതായത് ഉറക്കം വരികയല്ലേ, നീന്ത് കെ സാത്ത്. കേതൻ सूचनाओं की सहायता से मार्च लेख का परिचय देते हुए अपने मित्र को പത്ര ലിഖേം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഹിൻസ് നൽകിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ, ലേഖനത്തിൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ കൂട്ടുകാർക്ക് അതിലെഴുതാം. ദെൻ എന്താണ്? നിങ്ങൾക്കൊരു ലെറ്ററിൻ്റെ ഒരു ഫോർമാറ്റ് ഇല്ല, ആ രൂപത്തിൽ എഴുതുക. അതുപോലെ തന്നെ ആശയമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പത്രം എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗതിവിധി 4. സൂചന ഗൺപണയും ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേം. എന്താണ്? ഖണ്ഡിക വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ബന്ദർ ബൈ ബക്കരി ബില്ലി സബ്സെ മിൽക്കർ ബാദൽ ഹോ ബച്ചായ. ആരൊക്കെ ചേർന്നാണ് രക്ഷിച്ചത് ബാദലിനെ? ബന്ദറുണ്ട്, ബയലുണ്ട്, ആട്, പൂച്ച, എല്ലാവരും ഒത്തൊരുമിച്ച് ബാദൽ കോ ബച്ചായ. ബാദൽ എന്ന് പറഞ്ഞാൽ മേഘമല്ലേ, മേഘത്തിനെ രക്ഷിച്ചു. പാനി ബരസ്നെ ലഗ. എന്താണ്? മഴ പെയ്യാൻ തുടങ്ങി. സബ് നാച്നെ ലഗെ. എല്ലാവരും എന്താണ്? നൃത്തം ചെയ്യാൻ തുടങ്ങി അല്ലേ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? സബി മിൽക്കർ കിസ്കോ ബച്ചായ. എല്ലാവരും ഒരുമിച്ച് ആരെയാണ് രക്ഷിച്ചത്? ആരെയാണ് രക്ഷിച്ചത്? ബാദലിനെയാണല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? ബാദൽ കോ. ഓക്കെ, ആൻസർ എന്താണ്? ബാദൽ കോ. ओके, देन पानी जीवन का आधार है. इस आशय पर एक പോസ്റ്റർ തയ്യാർ കരേം. എളുപ്പമല്ലേ? എന്ത് ചെയ്യുക? ബോർഡറൊക്കെ വരയ്ക്കാൻ അറിയാവുന്ന കൂട്ടുകാരാണെങ്കിൽ ചിത്രമൊക്കെ വരച്ച് എന്ത് ചെയ്യുക? പാനി ജീവൻ കാ ആധാർ ഹേ എന്നൊക്കെ എഴുതി ഭംഗിയായൊരു പോസ്റ്റർ തയ്യാറാക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗതിവിധി 5. സൂചന ചിത്ര ദേക്കേം ഓർ ഉചിത ശബ്ദ ചുൻകർ വർഗ് പഹേലി ബുജായേം. എന്താണ്?
ഇവിടെ നമുക്കൊരു പദപ്രശ്നം നൽകിയിട്ടുണ്ട്. അത് ചിത്രം നോക്കി നമ്മളോട് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് എന്താണ് വരുന്നത്? ഫസ്റ്റ് നോക്കൂ, എന്തിൻ്റെ പിക്ചറാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്? യെസ്, പേരക്കയുടെ ചിത്രമാണല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് എഴുതേണ്ടത്? യെസ്, അമ്രൂദ് അല്ലേ, അമ്രൂദ് അല്ലേ വരുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ് രണ്ടാമത്തത്? യെസ്, മച്ചലി. മീനിന് എന്താ പറയുക? മച്ചലി. ദെൻ തേർഡ് എന്തായിരിക്കും? അതെന്താണ് കൂട്ടുകാരെ? യെസ്, നീമ്പു. നാരങ്ങയാണല്ലേ, അപ്പോൾ നീമ്പു. ദെൻ ഫോർത്ത്, വയസ്സായ ഒരാളെയാണല്ലേ കാണിച്ചിട്ടുള്ളത്. വയസ്സായ ആളുകൾക്ക് നമ്മൾ എന്താ പറയുക? യെസ്, ബൂഡ. ദെൻ ലാസ്റ്റ് ഒരു പൂമൊട്ടാണല്ലേ നൽകിയിട്ടുള്ളത്. അതെന്താണ്? യെസ്, കലി. പൂമൊട്ടിന് എന്താ പറയുക? കലി. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ പൂരിപ്പിച്ചിട്ടുണ്ടല്ലോ അതുപോലെ. എളുപ്പമായിരുന്നല്ലേ ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗതിവിധി ച സൂചന കവിതാംശ് പഠയം ഓർ പ്രശ്നോക്ക് ഉത്തർ ലിഖേം. എന്താണ്? കവിതാ ഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. കേരൾ കെ കേലെ, കേരൾ കാ പാനി, കേരൾ की नावें लंबी पुरानी, केरल के हाथी, केरल के चावल, केरल की नदियाँ, केरल के बादल. कवितांश किस जगह के बारे में है? കവിത കിസ് ജഗഹിക്കെ ബാരേ മേം ഹെ. എന്തിനെ കുറിച്ചുള്ളതാണ്? യെസ്, നമുക്കറിയാം കേരളത്തെക്കുറിച്ചുള്ളതാണല്ലേ. ആൻസർ എന്താണ്? കേരൾ. ഓക്കെ, ദെൻ കവിത കേലിയെ ഏക് ശീർഷക് ദേ എന്ന് പറഞ്ഞിട്ടുണ്ട്. കവിത കേലിയെ ഏക് ശീർഷക് ദേ. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? ഇഷ്ടമുള്ളൊരു ശീർഷകം നൽകാവുന്നതാണ്. കേരളെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശീർഷകം കൂട്ടുകാർ എന്ത് ചെയ്യുക? കൊടുക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് എന്താണ്? സഹി മിലാൻ കരേ. എളുപ്പമല്ലേ, കവിത നോക്കി നമുക്ക് പൂരിപ്പിക്കാവുന്നതാണ്. കേരൾക്ക, അവിടെ എന്തായിരിക്കും വരിക നോക്കൂ? കേരൾക്ക പാനി. ദെൻ കേരൾക്ക് കേലെ. ദെൻ കേരൾക്ക് എന്തായിരിക്കും? യെസ്, നാവേ. ഓക്കെ, കേരൾ കാ പാനി, കേരൾ കെ കേലെ, കേരൾ കി നാവേ. ഓക്കെ, ഇത് ഓരോ കൂട്ടുകാരും ചെയ്തിട്ടുണ്ടല്ലോ. പൂരിപ്പിച്ച് സഹി മിലാൻ, അതായത് ശരിയായ രീതിയിൽ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.